നിങ്ങൾ പറയുന്നത് PMC നിങ്ങള് അതിന് കുട്ടി ഉണ്ടായിക്കാണ്ട് പിന്നെ അത് അബോർഷൻ ചെയ്യാൻ വേണ്ടി അമ്മോട് പറയുന്നത് ഏർപ്പാടാക്കുന്നത് ഞങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങളല്ലേ നിങ്ങളെ ഒപ്പിട്ട് കൊടുത്ത് ഞങ്ങളെ ഒപ്പിട്ട് കൊടുത്ത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ പറയട്ടെ, നിങ്ങളൊന്ന് ആത്മാർത്ഥമായി നെഞ്ഞത്ത് കൈവച്ച് നിങ്ങൾ പറയും. നിങ്ങളല്ലേ അപ്പൊ അതുകൊണ്ട് സാർ ഞാൻ കഴിഞ്ഞു സാർ, ഞാൻ അവസാനിപ്പിച്ചു സാർ. ഞാൻ അവരെ വിഷമിപ്പിക്കല്ലേ സാർ, അവരെ മനസ്സൊന്ന് പാകപ്പെടുത്തി അവരൊന്ന് ചിരിപ്പിക്കാണ്. ഇവിടെ പറഞ്ഞു ബിന്ദു കൃഷ്ണന്റെ തലയിൽ പായസം വീണുണ്ട് അന്വേഷിച്ചു. അത് മാത്രല്ല, ബഹുമാനായ മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ പ്രോട്ടോകോളി വിമാനത്തിൽ കയറാൻ പറ്റാതെ വന്നപ്പോൾ അത് അന്വേഷിച്ചിട്ട് ആളെ പേര് നടപടിയെടുത്ത ഗവൺമെന്റാണിത്. പിന്നെ നിങ്ങൾക്ക് മാറിയോ? നിങ്ങൾ തിരുത്തുന്നു, നിങ്ങൾ തിരുത്തി. എന്താ തിരുത്തിയ CPM? നിങ്ങൾ എന്താ തിരുത്തിയത്? ഞാൻ എപ്പോഴും ഇങ്ങോട്ട് പറയുന്നുണ്ട് നിങ്ങൾ നന്നാകണം, നിങ്ങൾ ഉണ്ടാകണം ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടില്ല. നിങ്ങളിപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരുത്തിയത് വെള്ളിയാഴ്ചന്റെ സെക്രട്ടേറിയറ്റ് ചൊവ്വാഴ്ചക്ക് മാറ്റി. ഇതാണ് അല്ല മാറ്റം. ഞാൻ പറഞ്ഞത് അതൊക്കെ പറയും. കുറച്ചൊക്കെ രാഷ്ട്രീയം പറയണ്ടേ? നിങ്ങളിങ്ങനെ ഞങ്ങളെ പറയുമ്പോ ഞങ്ങൾ അങ്ങോട്ട് തരണ്ടേ? പിന്നെ നിങ്ങൾ പറയുന്നത് PMC നിങ്ങള് അതിന് കുട്ടി ഉണ്ടായിക്കാണ്ട് പിന്നെ അത് അബോർഷൻ ചെയ്യാൻ വേണ്ടി അമ്മോട് പറയുന്നത് ഏർപ്പാടാക്കുന്നത് ഞങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങളല്ലേ നിങ്ങളെ ഒപ്പിട്ട് കൊടുത്ത് ഞങ്ങളെ ഒപ്പിട്ട് കൊടുത്ത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ പറയട്ടെ, നിങ്ങളൊന്ന് ആത്മാർത്ഥമായി നെഞ്ഞത്ത് കൈവച്ച് നിങ്ങൾ പറയും. നിങ്ങളല്ലേ അപ്പൊ അതുകൊണ്ട് സാർ ഞാൻ കഴിഞ്ഞു സാർ, ഞാൻ അവസാനിപ്പിച്ചു സാർ. ഞാൻ അവരെ വിഷമിപ്പിക്കല്ലേ സാർ, അവരെ മനസ്സൊന്ന് പാകപ്പെടുത്തി അവരൊന്ന് ചിരിപ്പിക്കാണ്. സാർ അത് സംഘർഷം ഉണ്ടായിട്ട് ചെയ്താൽ സാർ. അപ്പൊ ഈ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമുക്ക് പുതിയൊരു ഗവൺമെന്റ് വന്നു, വികസനം വേണം, എല്ലാവരുടെയും സഹകരണങ്ങൾ വേണം. നമ്മളെല്ലാവരുടെയും രാഷ്ട്രീയോ അല്ലെങ്കിൽ പാർട്ടി വിവേചനവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാ സ്ഥലങ്ങളിലും വികസനം നടക്കണം. അത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്നാൽ അതൊക്കെ നമുക്ക് പരിഗണിക്കാം. യാതൊരു പ്രയാസമില്ല. ഞാൻ ഭയങ്കര സമയമല്ല, പിന്നെ എല്ലാവർക്കും നമുക്ക് ഉണ്ടാക്കും, പിന്നെ അടുത്ത ഡിബേറ്റിലാക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല ആളാണ്, നല്ല സുഹൃത്താണ്, നല്ല സൗഹൃദനാണ്, ശുദ്ധനാണ്. പിന്നെ സുധാകരൻ സാറിനോട് ഇങ്ങോട്ടുള്ള ദേഷ്യം എന്നോട് കാണിക്കരുത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.